തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് തിരിച്ചടി. ബാബുവിന് എതിരായ തെരഞ്ഞെടുപ്പ് ഹർജിയിൽ ഹൈക്കോടതിയിലെ നടപടികൾ തുടരാൻ സുപ്രീം കോടതി അനുമതി നൽകി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ ബാബു മതവിശ്വാസം ദുരുപയോഗം ചെയ്തെന്ന് കാണിച്ചാണ് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചത്. കെ ബാബുവിന്റെ വിജയം റദ്ദാക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് കെ ബാബു വോട്ട് പിടിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു സ്വരാജിന്റെ ഹർജി. ഇത് ശരിവെച്ച ഹൈക്കോടതി നടപടിക്കെതിരെയായിരുന്നു ബാബു സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ജസ്റ്റിസുമാരായ അനിരുദ്ധ ബോസ്, PV സഞ്ജയ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. കെ ബാബു ഉന്നയിച്ച കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് നിരീക്ഷിച്ചായിരുന്നു ഹർജിയിൽ ഇടപെടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കിയത്. 1951 ജനാധിപത്യ നിയമത്തിലെ 81, 82, 83 വകുപ്പുകളിലെ വ്യവസ്ഥകൾ പാലിക്കാത്തതിനാൽ സ്വരാജിന്റെ ഹർജി തള്ളണമെന്നായിരുന്നു ബാബുവിന്റെ ആവശ്യം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 992 വോട്ടിനാണ് M സ്വരാജിനെ കെ ബാബു പരാജയപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.